ഹലോ വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വെൽവെറ്റ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടിൻ്റെയും വീഡിയോ ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറേ പേര് കമൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് ഓരോ ഡൗട്ടുകൾ. അപ്പോൾ ഈ ഒരു കോളർ വെക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയാണ് കോളറിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് കോളറിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ഈ ഒരു മോഡൽ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ 1-2 തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡിസൈന് വരുന്നത്, ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിലും സ്ലീവ്സിലും ട്രാൻസ്പാരൻ്റ് ആയിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. മീൻസ് നമ്മൾ ലൈനിങ് യൂസ് ചെയ്യാതെ ആ ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞത്. ലൈനിങ് യൂസ് ചെയ്യാതെ നെറ്റിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അത്യാവശ്യം വർക്ക് വരുന്ന മെറ്റീരിയലാണ്. നെറ്റ് പ്ലെയിൻ നെറ്റാണെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല. പക്ഷേ ഇതിൽ സീക്വൻസും ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ കുട്ടികൾക്ക് ശരീരത്തിൽ ഇങ്ങനെ നേരിട്ട് കുത്താനും അതുപോലെ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും നമ്മൾ ലൈനിങ് ആഡ് ചെയ്യാഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാനത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ നമ്മുടെ കുട്ടികൾ ഇതുപോലെ കുത്തുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ പിന്നെ അതിടാൻ കൂട്ടാക്കില്ല. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ലൈനിങ് വെക്കായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന്. അങ്ങനെ അവർ സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ നിന്നോട്ടെ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു മോഡൽ ഒന്നുകൂടെ കാണാൻ ഭംഗി നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ അധികവും ലൈനിങ് വെച്ചിട്ട് തന്നെ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ 2 സൈഡിലും ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം മെഷർ ചെയ്തെടുക്കേണ്ടത്. കോളറിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കേണ്ടത് എങ്ങനെ വെച്ചാൽ ടാപ്പ് എടുത്തിട്ട് നമ്മൾ കുട്ടികളുടെ ആ ഒരു കഴുത്തിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ അതിലൂടെ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ടൈറ്റാക്കി എടുക്കരുത്. നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കുറച്ച് ലൂസാക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ്സ് കിട്ടിയത് അതിലേക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് അവിടെ കിട്ടും വേണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഷോൾഡർ 2ഉം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണാത്ത രൂപത്തിൽ ആ ഒരു ഭാഗം ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതാ നമുക്ക് കോളറിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്കൊന്ന് മെഷർ ചെയ്തെടുക്കണം. കോളർ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ 1.5 ഇഞ്ച് നെക്കിൻ്റെ ഡീപ്പ് എടുത്തിട്ടുള്ളൂ. വിടുത്തായിട്ട് 5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടോട്ടലാണ് ഈ ഒരു 5 ഇഞ്ച്. 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ടാപ്പിനെ ചുറ്റിച്ച് നോക്കുക കേട്ടോ. ഇതുപോലെ ചുറ്റിച്ച് നോക്കുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ്സ് കിട്ടുന്നത് അതിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 13.5 ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ വിടുത്തായിട്ട് 4 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ലെങ്ത്തിൻ്റെ ഭാഗം 2ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കോളറാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് ഇത്രയാണ് വരുന്നത്. 14.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 14.5 ഇഞ്ച് കറക്റ്റ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ ലെങ്ത്തും വിടുത്തും വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വർക്ക് മെറ്റീരിയൽ ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 7 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കോളറിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 7 വയസ്സായ കുട്ടികൾക്ക് 13.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ പല കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചില കുട്ടികൾ നല്ല തടിയുള്ളവരായിരിക്കും. അപ്പോൾ കഴുത്തിന് വണ്ണം കൂടുതലുള്ളവരുണ്ടാവും, ഇടുങ്ങിയ കഴുത്തൊക്കെ ഉള്ളവരുണ്ടാവും.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അധികം മാറ്റമൊന്നുമില്ല, 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കോളറിൻ്റെ വിടുത്തായിട്ട് നമുക്ക് 1.5 ഇഞ്ച് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കോളറിൻ്റെ മെഷർമെൻറ്റ്സ് ചാർട്ടും കൂടെ ഞാൻ ഇവിടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 വയസ്സ് മുതൽ കുട്ടികളുടെ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ ലേഡീസിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. 1 വയസ്സായ കുട്ടിയുടെ കോളറിൻ്റെ ലെങ്ത്തായിട്ട് നമുക്ക് വരുന്നത് 8 മുതൽ 9 ഇഞ്ചാണ് കേട്ടോ. ഇത് നമ്മൾ ഇഞ്ച് കണക്കിൽ നോക്കുകയാണെങ്കിലാണ് 8 മുതൽ 9, സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 20 to 23 കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഇഞ്ചിലല്ല എടുക്കാറുള്ളത്, അപ്പോൾ ഞാൻ ഇഞ്ചാണ് രണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പം ഇഞ്ചിൽ നമുക്ക് നോക്കാം കേട്ടോ. അതേപോലെ 3 വയസ്സായ കുട്ടികൾക്ക് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 3 മുതൽ 4 വയസ്സ് വരെ ഉള്ളത് 10 to 11, അങ്ങനെ ഓരോന്നും ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂടുക അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് നമ്മൾ ഓൺലൈൻ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, 1/2 ഇഞ്ചോ 1 ഇഞ്ചോ അങ്ങോട്ടും ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വുമൻസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 14 മുതൽ 17 ഇഞ്ച് വരെയാണ് കിട്ടുന്നത്. അത് തന്നെ നമുക്ക് സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 37 to 43 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. വിടുത്തായിട്ട് നമുക്ക് എപ്പോഴും 1.5 മുതൽ 2 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. അതിൽ കൂടിയാൽ നമുക്ക് കുട്ടികൾക്കും ആണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും കഴുത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കും. അപ്പോൾ 1.5 ഇഞ്ചാണ് മാക്സിമം ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കോളറിൻ്റെ ഭാഗം, ഒരു ഭാഗത്ത് ഈ ഒരു നെറ്റ് വർക്ക് വരുന്നൊരു പീസ് ഉണ്ടല്ലോ, അതിനെ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഉൾവശത്തായിട്ട് 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എപ്പോഴും ഞാൻ 2 സ്റ്റിച്ച് ഇട്ട് എടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള നെറ്റിനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ആ ഒരു ഭാഗത്ത് ഉള്ളിലേക്ക് ഇതുപോലെ തള്ളി കൊടുത്താൽ നമ്മളുടെ കോളറിൻ്റെ ഒരു പാറ്റേൺ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജ് ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു റൗണ്ടിൽ ചുറ്റുഭാഗം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നെക്കിൻ്റെ ആ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഉൾഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പുറം മറിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് നെക്കിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ ഇതിൻ്റെ ചുറ്റുഭാഗവും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചുറ്റുഭാഗം അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കോളറിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ അതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് പോയിട്ട് തയ്യൽ തുമ്പ് കാണാതെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലോ നെക്കിൻ്റെ, ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കറക്റ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ചാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളും താഴെയും ഒക്കെ ഒരുമിച്ചായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും താഴെ ഭാഗം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യമേ തയ്യൽ തുമ്പ് മടക്കി തയ്ച്ചെടുത്തല്ലോ. അപ്പോൾ ഒരുപോലെ വരുന്ന രൂപത്തിൽ ഇതുപോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴെ ഭാഗത്ത് നമ്മൾ കോളറിൽ നമ്മുടെ സ്റ്റിച്ച് വീഴുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോളർ ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമുക്ക് ആ ഒരു ബീഡ്സിലൊന്നും കൊള്ളാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കോളർ ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് ലോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾ കോളർ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ പെർഫെക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്യാൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ നമുക്ക് കോളർ അറ്റാച്ച് ചെയ്തെടുക്കാം. കോളറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മെഷർമെൻറ്റ്സോ ഒന്നുമില്ല, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.